ഡോക്ടർ, ചെവിയുമായി ബന്ധപ്പെട്ട തലകറക്കങ്ങളാണല്ലോ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം. ഡോക്ടർ, അപ്പോൾ ചെവിയുടെ എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഈ തലകറക്കം വരുന്നത്? ഞാൻ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് പൊസിഷണൽ വെർട്ടൈഗോ, രണ്ട് മിനിയസ് ഡിസീസ്, മൂന്ന് നമുക്ക് അവിടുത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, നമ്മുടെ ഈ ലാബ്രന്തൈറ്റിസ് എന്ന് പറയും, ഇന്നർ ഇയർ ഇൻഫെക്ഷൻസ്, ഒരു വൈറൽ ഫീവർ വന്നു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ട് അവിടെ ഇൻഫെക്ഷൻ വരികയും തലകറക്കം ഉണ്ടാകുകയും ചെയ്യാം. പിന്നെ വേറെ ചില കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റിബുലാർ മൈഗ്രെയിൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. വെസ്റ്റിബുലാർ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൈഗ്രെയിനോട് അസോസിയേറ്റ് തലവേദനയ്ക്കോടൊപ്പം തലകറക്കം ഉണ്ടാകും. അങ്ങനത്തെ ഒരു കണ്ടീഷനുണ്ട്. പിന്നെ നമ്മുടെ ചെവി അല്ലാത്ത ആയിട്ടുള്ള കുറച്ച് കാരണങ്ങളും ഉണ്ട്. അതായത് നമ്മുടെ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള രക്ത ഓട്ടക്കുറവ്, അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ സിംറ്റംസ് ആയിട്ട് വരാം, സെറിബെല്ലത്തിലെ പ്രശ്നങ്ങളിൽ വരാം, ട്യൂമേഴ്സായിട്ട് വരാം. അതേപോലെ തന്നെ ചിലർക്ക് ഈ നമ്മുടെ ഈ തേയ്മാനം, കഴുത്തിലെ എല്ലിൻ്റെ തേയ്മാനത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ കറക്കമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അനീമിയ, നമ്മുടെ രക്തക്കുറവുണ്ടെങ്കിൽ തലകറക്കം ഉണ്ടാകാം. ചില മരുന്നുകൾ കഴിച്ചാൽ തലകറക്കം ഉണ്ടാകാം. ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങളുണ്ട്. തീർച്ചയായും ഡോക്ടർ, അതുപോലെ തന്നെ ചെവിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണല്ലോ ഇയർ ബാലൻസ് പ്രശ്നം. ഡോക്ടർ, ഇയർ ബാലൻസ് പ്രശ്നം കൊണ്ട് തലകറക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടല്ലോ, അതിലെന്താണ് പരിഹാരം? അതിൻ്റെ ഏതൊക്കെ കണ്ടീഷനാണ് ആ ഇംബാലൻസ് ഉണ്ടാക്കിയെന്ന് നോക്കി അതിന് പ്രത്യേകതരം ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമുക്ക് അക്യൂട്ട് അറ്റാക്ക് ഉണ്ട്, ക്രോണിക് അറ്റാക്ക്. അതായത് പെട്ടെന്നുണ്ടാകുന്ന ഒരു തലകറക്കം. പെട്ടെന്നൊരു തലകറക്കത്തിന് നമുക്ക് ആദ്യം ആ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ അതൊരു ഡിസ്ട്രസിങ് സിറ്റുവേഷനാണ്. ആ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന അവസരം വരെ ഈ രോഗിയുടെ അടുത്ത് നമ്മൾ ഏതെങ്കിലും കണ്ണ് തുറന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് മാത്രം ശ്രദ്ധ ഊന്നിയിരിക്കാൻ പറയുക. നമ്മൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത്, കുനിയരുത്, നൂരരുത്. എന്നിട്ട് നമ്മൾ ആ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡോക്ടറെ പരിശോധിച്ചതിന് ശേഷം അതൊരു പൊസിഷനിൽ വെർട്ടൈഗോ ആണെങ്കിൽ അതിന് നമുക്ക് എപ്ലിസ് മെനുവർ എന്ന് പറഞ്ഞൊരു എക്സസൈസ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് നീങ്ങിയ സ്ഥാനചലനം സംഭവിച്ചത് ഈ എക്സസൈസ് വരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതോടൊപ്പം തന്നെ പെട്ടെന്നുള്ള ഈ തലകറക്കം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അത് ലാബ്രന്തൈൻ സെഡേറ്റീവ്സ് എന്ന് പറഞ്ഞ്, അതായത് ആ തലകറക്കം കുറയ്ക്കേണ്ട ചില മരുന്നുകൾ, ഇഞ്ചെക്ഷൻസും മറ്റും എടുക്കേണ്ടി വരും. മിനിയസ് ഡിസീസിനും ഇത് തന്നെയാണ്. നമുക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അത് തലകറക്കം കുറയ്ക്കേണ്ട ഇഞ്ചെക്ഷൻസും ഒക്കെ എടുക്കേണ്ടി വരും. ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് നിൽക്കുന്ന തലകറക്കം, അതിന് നമ്മൾ ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ടി വരും. അത് എന്തുകൊണ്ടാണ് ആ കറക്കം ഇങ്ങനെ മാറാൻ നിൽക്കുന്നതെന്നും അതിനനുസരിച്ച് നമ്മളിപ്പോൾ ഒരു അനീമിയ ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. തലകറക്കം ഉള്ളവർ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആൽക്കഹോളിസവും സ്മോക്കിങ്ങും അവോയ്ഡ് ചെയ്യുക. ഉപ്പ് കുറയ്ക്കണം. ഉപ്പ് കഴിയുന്നത് ഇമ്യൂണിയസ് ഡിസീസിനൊക്കെ ആണെങ്കിൽ ഉപ്പ്, നമ്മുടെ ഈ പാക്കറ്റ് ഫുഡ്സൊക്കെ ഇപ്പം ഒത്തിരി ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികളിൽ വരെ ഇപ്പോൾ തലകറക്കം നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഇത് നമ്മുടെ എൻഡോലിംഫ്, അതായത് ആന്തരിക കർണത്തിലെ ദ്രാവകങ്ങളുടെ പ്രഷർ കൂടുന്ന മിനിയസ് ഡിസീസ് എന്നൊരു കണ്ടീഷനിലേക്ക് അത് എത്തിപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.